എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ശ്രീകൃഷ്ണനെക്കുറിച്ച് ചർച്ച ചെയ്യാം. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ 9ാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണൻ. ഭാരതീയ പുരാണങ്ങളിലും ഉപനിഷത്തുകളിലും അതുപോലെ ഇതിഹാസ കൃതികളിൽ ഒന്നായ മഹാഭാരതത്തിലും വളരെ പ്രാധാന്യത്തോടെ പരാമർശിക്കുന്ന ഒരു ദൈവിക കഥാപാത്രമാണ് ശ്രീകൃഷ്ണൻ. ഹൈന്ദവ വിശ്വാസപ്രകാരം പരമാത്മാവായ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ 9ാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണനെ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരമായിട്ടാണ് കണക്കാക്കുന്നത്. ആദികാലത്ത് ഭാഗവതരുടെയും വൈഷ്ണവരുടെയും പ്രധാന ദൈവം കൂടിയായിരുന്നു കൃഷ്ണൻ. പ്രസിദ്ധമായ ഭഗവത്ഗീത ശ്രീകൃഷ്ണൻ അർജുനൻ പകർന്നു കൊടുത്തതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭാഗവതപ്രകാരം കൃഷ്ണൻ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണാവതാരമായി കരുതപ്പെടുന്നു. ഭഗവാൻ കൃഷ്ണൻ വിഷ്ണുവിനെപ്പോലെ ചക്രധാരിയായി പലയിടത്തും പ്രകടമാകുന്നുണ്ട്. ഭഗവത്ഗീത, ഭാഗവതം, ഹരിവംശം, വിഷ്ണുപുരാണം, ബ്രഹ്മവൈവർത്തപുരാണം, ഉപനിഷത്തുക്കൾ, നാരായണീയം എന്നിവകളിൽ കൃഷ്ണൻ്റെ മഹത്വം വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. വിഷ്ണുവിനെപ്പോലെ സർവ്വവ്യാപിയായും സർവ്വദേവതാമയനായും കൃഷ്ണൻ കരുതപ്പെടുന്നു. മഹാഭാരതത്തിലെ ഒരു പ്രധാന കഥാപാത്രം കൂടിയാണ് കൃഷ്ണൻ. കുരുക്ഷേത്ര യുദ്ധത്തിൽ അനേകം ക്ഷത്രിയർ സൽഗതി പ്രാപിച്ചു. അവരിൽ കൂടുതൽ പേര് അസുരാത്മാക്കളുടെ അവതാരങ്ങളായിരുന്നതിനാൽ ഭൂഭാരം ഹരിക്കപ്പെടുകയും അധർമ്മം നശിക്കുകയും ചെയ്തു. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ഭഗവാൻ കൃഷ്ണൻ ദ്വാരകയിൽ വസിക്കുന്ന കാലത്ത് അനേകം ശാന്തിയജ്ഞങ്ങൾ നടത്തുകയുണ്ടായി. യാദവന്മാരുടെയും സ്വർഗാരോഹണകാലമെടുത്തിരുന്ന സമയമായിരുന്നു അത്. ആ സമയത്താണ് പരീക്ഷിത്ത് ഗർഭാവസ്ഥയിൽ വെച്ചു തന്നെ അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മശിരസ്സെന്ന അസ്ത്രമേറ്റ് കൊല്ലപ്പെട്ടത്. വൃന്ദാവനത്തിലെ ഗോപാലന്മാരുടെ നേതാവാണ് നന്ദഗോപർ. കൃഷ്ണനെ കുട്ടിക്കാലത്തെപ്പറ്റിയുള്ള കഥകളിൽ കൃഷ്ണൻ്റെ ഗോപാല ജീവിതവും വെണ്ണച്ചോരനായി മാറുന്നതും കംസനേച്ച പൂതനെയും ശകടാസുരനെയും പോലുള്ള രാക്ഷസന്മാരെ നിഗ്രഹിക്കുന്നതിനെയും പറ്റി വർണ്ണിച്ചു കാണാം. ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ കൃഷ്ണനിലൂടെ ദൈവശാസ്ത്രപരവും ദാർശനികവുമായ ആശയങ്ങളുടെ വിശാലമായ ശ്രേണി അവതരിപ്പിക്കപ്പെടുന്നു. ഫ്രെഡഹെലം ഹാർഡിയുടെ അഭിപ്രായത്തിൽ ഭഗവത്ഗീതയുടെ പഠിപ്പിക്കലുകൾ ആദ്യത്തെ കൃഷ്ണൈറ്റ് ദൈവശാസ്ത്ര സമ്പ്രദായമായി കണക്കാക്കാം. വിഷ്ണുവിൻ്റെ നാമം എന്ന നിലയിൽ വിഷ്ണു സഹസ്രനാമത്തിൽ 57ാമത്തെ നാമമായി കൃഷ്ണൻ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിനെ അടിസ്ഥാനമാക്കി കൃഷ്ണനെ പലപ്പോഴും വിഗ്രഹങ്ങളിൽ കറുപ്പ് അല്ലെങ്കിൽ നീല തൊലിയുള്ളവനായി ചിത്രീകരിച്ചിരിക്കുന്നു. കൃഷ്ണൻ്റെ പല കൂട്ടുകെട്ടുകളും ഗുണങ്ങളും പ്രതിഫലിപ്പിക്കുന്ന മറ്റ് പല പേരുകളിലും വിശേഷണങ്ങളിലും പേരുകളിലും അറിയപ്പെടുന്നു. ഏറ്റവും സാധാരണമായ പേരുകളിൽ മോഹൻ, മന്ത്രവാദി, ഗോവിന്ദ, മുഖ്യ ഇടയൻ, കീവ്, തമാശക്കാരൻ, ഗോപാല, ആത്മാവ് അല്ലെങ്കിൽ പശുക്കൾ എന്നർത്ഥം.